തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തേക്ക്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് വിതരണം ചെയ്യുന്ന പ്രസാദം ഉണ്ടാക്കുന്നത് ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ബംഗാളികൾ. അതും ഒരു ശുചിത്വവുമില്ലാതെ. വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിനടുത്തുള്ള വാടക വീട്ടിൽ പരിശോധന നടത്തിയ നാട്ടുകാരും പോലീസും ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ വഴിപാടായി നൽകുന്ന നെയ്യ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെടുത്തു. ഗണപതി ഹോമം നടക്കുമ്പോൾ ഹോമകുണ്ഡത്തിൽ നിന്നും ലഭിക്കുന്ന കരി ഭക്തർക്ക് നെറ്റിയിൽ തൊടാൻ പ്രസാദമായി നൽകുന്നത് പതിവാണ്. എന്നാൽ ഈ കരിയാണ് ഇവർ ഇവിടെ വ്യാജമായി നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പാത്രത്തിലും ഭക്തർക്ക് നൽകാനായി ചെറിയ ഇലകളിലും തയ്യാറാക്കി വെച്ച കരി ഇവിടെ നിന്നും കണ്ടെത്തി. ക്ഷേത്രത്തിൽ വഴിപാടായി നൽകുന്ന നെയ്യ്, എണ്ണ, ചന്ദന തിരികൾ തുടങ്ങിയ വസ്തുക്കൾ വിവിധ ചാക്കുകളിൽ നിറച്ച് സൂക്ഷിച്ചിരിക്കുന്നതും കണ്ടെത്തി. ക്ഷേത്രം വകയെന്ന് കരുതുന്ന ആനചമയങ്ങളും ഇതര വസ്തുക്കളും ഇതോടൊപ്പമുണ്ടായിരുന്നു. ഒട്ടനവധി മദ്യകുപ്പികളും ഗ്ലാസുകളും ഉൾപ്പെടെ കൂടുതൽ പരിശോധനയിൽ ഇവിടെ നിന്നും കണ്ടെത്തി. കൊട്ടാരക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെ ആസിഡാണോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് തുറന്നാൽ ഇതിനകത്ത് കരിപ്പൊടി കണക്കുള്ള കാര്യം തൊടത്തില്ല. ഭയന്ന് അമ്പലത്തിലെ ജീവനക്കാരോട് വന്നിട്ടുണ്ട്. ആരെങ്കിലും മൊത്തം എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. അമ്പലത്തില് ആരും തൊടൂല. അവർക്കറിയാം ഈ കാണിക്കുന്ന കൊള്ളില്ലായ്മ എന്തോ കാണിക്കുന്ന അല്ലെങ്കിൽ എന്തോ ചെയ്യുന്ന. നമ്മൾ 1000 2000 കൊണ്ട് കൊടുത്ത് നമ്മള് അവിടെ മേടിക്കുന്നത്. ഇത് കണ്ടില്ലേ നിങ്ങൾ നോക്ക്. ഇവിടെ ആരുമില്ല. ഇറങ്ങി ഓടി, പൂട്ടിയിട്ട് ഓടി. 2 മൊബൈലും ഇതിനകത്തിരിപ്പുണ്ട്. അകത്ത് 2 ഫോൺ ഇരിപ്പുണ്ട്. അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇപ്പൊ പോലീസുകാർ വരാന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാമെങ്കിൽ ആ ഫോൺ 2 ആരുടെയെന്നറിയാം. 2 അറിയുമ്പോൾ ഇവന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആരാന്നറിയാം. എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതാണോ വേണ്ട? ഒരു ഹിന്ദു എന്നുള്ള അല്ലെങ്കിൽ ഹിന്ദു വേണ്ട? സാർ ഇത് നമ്മളെല്ലാം ധരിക്കുന്ന പ്രസാദമാണ്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ധരിക്കുന്ന പ്രസാദം. ഈ പ്രസാദത്തെ ആചാര ലംഘനം, അതായത് തിടപ്പള്ളിയിൽ ഉണ്ടാക്കേണ്ട പ്രസാദമാണിത്. തിടപ്പള്ളിക്ക് ആ സ്ഥലത്ത് ഉണ്ടാക്കേണ്ട പ്രസാദം. ഇത് ഏതോ ഒരു കക്കൂസ് മാലിന് കക്കൂസിനോട് ചേർന്ന് ഈ വേസ്റ്റ് കുഴിയില് ഈ വേസ്റ്റ് ബംഗാളികളെ കൊണ്ട് ഈ ഇത് ചെയ്തേക്കാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഭക്തജനങ്ങൾ വളരെ വിശ്വാസവും ധരിക്കുന്ന പ്രസാദമാണിത്. ഇത് ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ്. ഏസി സംഭവിച്ചല്ലോ. ഇത് തെറ്റാണെന്ന് ഏസി സംഭവിച്ചു. ചവിട്ടിപ്പിടിക്കേണ്ടി വരും. പൊടിക്കണമെങ്കിൽ ചവിട്ടിപ്പിടി. അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. വേറെ ഇതൊന്നും തുറക്കണേ, അല്ലെങ്കിൽ നാളെ ചന്ദനം അല്ലാതായി മാറും. എനിക്കിപ്പോ കണ്ട് ഞാൻ ബോധ്യപ്പെട്ട കാര്യമില്ലേ. ഞാൻ രാവിലെ പിന്നെ ഞാനത് ഇതിപ്പോ ഇതൊക്കെയുള്ളല്ലോ. മതിയല്ലോ പുറത്തുനിന്ന് എടുത്തോ. അതിലങ്ങ് എടുക്കാല്ലോ. തിരി ഇതാക്കിയിട്ട് ചൂടാക്കി കരിച്ച്. സാധാരണ പായസത്തിലോ ഉണ്ണിയപ്പത്തിലോ മായം ചേർത്താൽ നമുക്ക് മനസ്സിലാവും. ഇത് ചന്ദനത്തിൽ പോലും കരിപ്രസാദത്തിൽ പോലും മായം ചേർത്തിട്ട് ക്ഷേത്രത്തിൽ തയ്യാറാക്കേണ്ട സാധനങ്ങളെ കക്കൂസി കൊണ്ട് തയ്യാറാക്കി ബംഗാളികളെ കൊണ്ട് തയ്യാറാക്കുന്നു. ഇതൊക്കെ ഇവിടെ ക്ഷേത്രത്തിന്റെ അമ്പലത്തിലെ തിരി ഇവിടെ കിട്ടുന്നതല്ലേ? ഇത് സ്വകാര്യ വ്യക്തിയുടെ വാടകയ്ക്കെടുത്ത കെട്ടിടമാണ്. ഇത് ദേവസ്വം ബോർഡ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ആരുടെ കുടുംബത്വം? മേഡം ഇതെന്താണ്? മേഡം പറയൂ. മേഡം പറയും എന്താണ് ഇത്? ദേവസ്വം ബോർഡിന്റെ സ്വത്തുകളാണ്. വിളിക്കേ, എല്ലാരും വിളിക്കേ. ഇത് ഈ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണോ? ലീഗൽ നടപടിയാണോ? അതിന്റെ കാര്യമില്ല. ഇത് ദേവസ്വത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അറിവോടെ നടക്കുന്ന ഈ കൊള്ളയിലെ ഏതെങ്കിലും ജീവനക്കാർ ബാക്കിയുള്ളവരെ ഇറക്ക്. ഇവർ 2 പേരും മാഡം കൂടെ നിന്ന് ഇത് കൈകാര്യം ചെയ്യും. ഇത് അഴിമതിയാണോ വണ്ടിയൊന്ന് നിങ്ങൾ പറ. ഇത് ചന്ദനമാണോ? എടുത്ത് എഴുതാനുള്ളതാ. അതെ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പാടില്ല. ഭഗവാനെ വിറ്റ് പൈസ ഉണ്ടാക്കുക, ഗണപതിയെ വിറ്റ് പൈസ ഉണ്ടാക്കുക. ഇത് അനുവദിക്കുന്നില്ല. ഇത് ഞങ്ങൾ വ്യക്തമല്ല. ഓക്കെ തട്ടണ്ട.
വായിപ്പിക്കും. പക്ഷേ ഇത് അല്ല AC അസിസ്റ്റന്റ് കമ്മീഷണർ ബോധ്യപ്പെട്ടോ? ഇത് അസിസ്റ്റന്റ് കമ്മീഷണർ ബോധ്യപ്പെട്ടല്ലോ. നിങ്ങൾ എഴുതൂ നിങ്ങൾ മാത്രം എഴുതൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനുള്ള ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം